Okay, good morning. അപ്പോൾ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഹൗസ് കീപ്പിംഗ് സർവീസസ് അതിന്റെ ഒരു ലാസ്റ്റ് സെക്ഷനിൽ എത്തി നിൽക്കുമായിരുന്നു. ഇനിയിപ്പോ എന്തായാലും അരമണിക്കൂറല്ലേ നമുക്ക് ക്ലാസ് ഉള്ളു. അപ്പൊ ഓവറോൾ ആ ഇമ്പോർട്ടന്റ് സെക്ഷനുകൾ നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞ് നമുക്ക് പറ്റുവാണെങ്കിൽ അതിലെ കുറച്ച് ഒരു 5 to 10 ക്വസ്റ്റ്യൻസും ഞാൻ തരാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഇനിയിപ്പോ നമുക്ക് 2 ദിവസം അടുപ്പിച്ച് കിട്ടുന്നുണ്ടല്ലോ, വെനസ്ഡേ തേഴ്സ്ഡേയും കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് രണ്ട് ക്ലാസ് മതിയോ? അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഒരു ദിവസം കൂടി എടുക്കാൻ നമ്മുടെ ചാപ്റ്ററുകൾ ഫുള്ള് കഴിയും. ഞാൻ പറഞ്ഞല്ലോ, ഷെറീന മാമിന്റെ ഒരു ചാപ്റ്റർ നമുക്ക് ഞാനത് എടുക്കുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് തുടങ്ങിയാൽ മതി. അത് നമ്മൾ ഓൾറെഡി നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനൊക്കെ പഠിച്ചത് കൊണ്ട് നമുക്ക് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാവരും റെസ്പോൺസിബിലിറ്റീസ് മാത്രമേ വരുന്നുള്ളൂ. അത് പോയിന്റ് ജസ്റ്റ് വെറുതെ നമുക്കൊന്ന് വായിച്ച് പറഞ്ഞ് പോകേണ്ട കാര്യമുള്ളൂ. അപ്പൊ അത് അടുത്ത ക്ലാസ്സിലേക്ക് തുടങ്ങാം കേട്ടോ. ഇപ്പൊ ഒരു അരമണിക്കൂറല്ലേ നമുക്ക് ക്ലാസ് ഉള്ളൂ. അപ്പൊ ഇതൊന്നോടെ നോക്കിയിട്ട് ആ ഇമ്പോർട്ടന്റ് സെക്ഷനുകൾ ഒന്നുകൂടി ആ പോയിന്റ്സ് ഒന്ന് പറഞ്ഞ് നമുക്കൊരു 5 മിനിറ്റ് നമുക്കൊരു കുറച്ച് ക്വസ്റ്റ്യൻ 5 to 10 ക്വസ്റ്റ്യൻസ് ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് പറ്റുവാണെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഇന്നങ്ങ് ചെയ്ത് ആ ചാപ്റ്റർ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, അടുത്ത രണ്ട് ക്ലാസ് മതിയോ മാക്സിമം? അടുത്ത ഒരു ചാപ്റ്റർ അതും കൂടി കഴിഞ്ഞ് നമ്മുടെ പോർഷൻസ് ഒക്കെ കഴിഞ്ഞ്. ഓക്കെ, ഇതും കൂടി ലാസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു. പിന്നെ ഷെറീന മിസ്സിന് തീർക്കാനുള്ളത് കൊണ്ട് ഒരു ചാപ്റ്റർ കൂടി നമ്മൾ എടുക്കണമെന്നുള്ളൂ കേട്ടോ. ഓക്കെ, നമ്മൾ പറഞ്ഞത് ഹൗസ് കീപ്പിംഗ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ആ പോയിന്റ്സുകൾ ഒന്നുകൂടി ഒന്ന് പറഞ്ഞ് തീർത്തിട്ട് നമുക്ക് ആദ്യം മുതൽ ആ ഇമ്പോർട്ടന്റുകൾ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞ് പോകാട്ടോ. ക്വസ്റ്റ്യൻസ് എടുക്കാം. ഓക്കെ, ഇപ്പൊ ഹൗസ് കീപ്പിംഗ് മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി ആണ്. ഇത് ഓർത്തിരിക്കാൻ കുഴപ്പമൊന്നുമില്ല. എല്ലാത്തിലും തന്നെ ഹൗസ് കീപ്പിംഗ് എന്നുള്ള ഒരു വേർഡ് ഒരു സെന്റൻസിൽ വരുന്നുണ്ട്. സെന്റൻസ് എന്തായാലും മാറ്റിമറിച്ചൊന്നും ചോദിക്കൂല, സെയിം സെന്റൻസ് ഒക്കെ തന്നെയായിരിക്കും എക്സാമിന് ചോദിക്കുക. റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തതോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതോ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് 4-5 പോയിന്റ് നമ്മൾ പറഞ്ഞതാണ്. ജസ്റ്റ് ഒന്നുകൂടി നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, മോണിറ്റർ ഓൾ ദ ഡെയിലി operations of the housekeeping department. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ പതിവ് പ്രവർത്തനങ്ങളും മോണിറ്റർ ചെയ്യുക, നിരീക്ഷിക്കുക. അപ്പൊ ആൻസർ ഓർത്തിരിക്കാൻ പാടൊന്നുമില്ല അല്ലെ? അവിടെ ഹൗസ് കീപ്പിംഗ് എന്നുള്ള ഒരു വേർഡ് അവിടെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഹൗസ് കീപ്പിംഗ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഈ സിമ്പിൾ ആയിട്ട് അത് മനസ്സിലാക്കാം. Okay, monitor all the daily operation of the housekeeping department. Housekeeping ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഡെയിലി നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും മോണിറ്റർ ചെയ്യുക, നിരീക്ഷിക്കുക. Containing the cleanness of all rooms and public area every day. ഏതും കൂടി വരുന്നതാണ്? എല്ലാ റൂമുകളുടെയും ശുചീകരണം, അതുപോലെ എല്ലാ ദിവസവും ഉള്ള പബ്ലിക് ഏരിയ അതിന്റെ ക്ലീൻനെസ്സും ഒക്കെ ഉൾപ്പെടുന്ന ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ദിവസേനയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും മോണിറ്റർ ചെയ്യുക. ഓക്കെ, ഇൻക്ലൂഡിങ് അല്ലെങ്കിൽ കണ്ടെയ്നിങ് അത് ഉൾപ്പെടുന്ന ക്ലീൻനെസ് ഓഫ് ഓൾ റൂംസ് ആൻഡ് പബ്ലിക് ഏരിയാസ് എവരി ഡേ. എല്ലാ ദിവസവും റൂമുകൾ ക്ലീൻ ചെയ്യണം, പബ്ലിക് ഏരിയകൾ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യണം. അതൊക്കെ ഉൾപ്പെടുന്ന ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ഡെയിലി ഉള്ള എല്ലാ പ്രവർത്തനങ്ങളെയും മോണിറ്റർ ചെയ്യുക. ഓക്കെ, സെക്കൻഡ് പോയിന്റ് നോക്കിയേ, ലീഡ് ചെയ്യുക എന്ന് വെച്ചാൽ നയിക്കുക. ഹിയർ ചെയ്യുക, നിയമിക്കുക. ആൻഡ് ട്രെയിൻ പരിശീലിപ്പിക്കുക. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ടു സ്റ്റിക്ക് ടു ഹൈ സ്റ്റാൻഡേർഡ്സ് ഓഫ് ക്ലീൻനെസ് ആൻഡ് കസ്റ്റമർ കണ്ടെയ്ൻമെന്റ്. കണ്ടെയ്ൻമെന്റ് എന്ന് പറഞ്ഞാൽ സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ നോക്കിയേ, to stick to high standard of cleanliness and customer contentment. ആ ഒരു ശുചീകരണത്തിന്റെ ആ ക്ലീൻനെസിന്റെ നല്ലൊരു സ്റ്റാൻഡേർഡ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ ആൻഡ് കസ്റ്റമർ കണ്ടെയ്ൻമെന്റ്, കസ്റ്റമറിന്റെ സംതൃപ്തിക്കും ആ ക്ലീൻനെസ് അതിന്റെ നല്ലൊരു സ്റ്റാൻഡേർഡും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാഫിനെ എന്ത് ചെയ്യുക? ലീഡ് ചെയ്യുക, നിയമിക്കുക, ആൻഡ് ട്രെയിൻ ചെയ്യുക, പരിശീലിപ്പിക്കുകയും ചെയ്യുക. ലീഡ്, ഹിയർ ആൻഡ് ട്രെയിൻ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെ ലീഡ് ചെയ്യുക, അവരെ ഒന്ന് ലീഡ് ചെയ്യാന്ന് വെച്ചാൽ അവരെ നയിക്കുക.
പിന്നെ ഹിയർ ചെയ്യുക, നിയമിക്കുക, അവരെ അതിനു വേണ്ട പരിശീലനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാ? ക്ലീൻനെസിന്റെ നല്ലൊരു സ്റ്റാൻഡേർഡ് നിലനിർത്തുന്നതിനും കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട്, കണ്ടിന്യൂസ് സംതൃപ്തിക്കും വേണ്ടിയിട്ട് സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യിക്കുക, നിയമിക്കുക, അവരെ നയിക്കുക. Third point നോക്കിയേ, supervise the housekeeping department budget, take inventory and make sure that of adequate cleaning supplies. Housekeeping departmentന്റെ ബഡ്ജറ്റിന്റെ മേൽനോട്ടം വഹിക്കുക. Supervise the housekeeping department budget. ഹൗസ്കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ബഡ്ജറ്റിന്റെ എന്ത് ചെയ്യുക, മേൽനോട്ടം വഹിക്കുക. പിന്നെ ടേക്ക് ഇൻവെന്ററി, വിവര പട്ടികകളൊക്കെ ഇടുക. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ഓഫ് ആഡിക്വേറ്റ് ക്ലീനിങ് സപ്ലൈസ്, ആവശ്യത്തിനുള്ള ക്ലീനിങ് ഉപകരണങ്ങൾ സപ്ലൈകൾ അവിടെ ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ഓഫ് ആഡിക്വേറ്റ് ക്ലീനിങ് സപ്ലൈസ്, ക്ലീൻ ചെയ്യാനുള്ള ആവശ്യമായിട്ടുള്ള സപ്ലൈകൾ അതെല്ലാം ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഡിപ്പാർട്ട്മെന്റ് ബഡ്ജറ്റ്, ഇൻവെന്ററി, ഇതൊക്കെ അതിനെയൊക്കെ മേൽനോട്ടം വഹിക്കുക. പിന്നെ ക്ലീനർ സപ്ലൈകള് ആവശ്യത്തിന് ഉണ്ടോ, എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ആവശ്യത്തിന് ക്ലീൻ ചെയ്യാനുള്ള സപ്ലൈകളൊക്കെ ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അടുത്ത നെക്സ്റ്റ് പോയിന്റ് നോക്കിയ നാലാമത്തെ, ഡോക്യുമെന്റ്സ് ഏരിയ ക്ലീൻഡ് ബൈ ഹൗസ് കീപ്പിംഗ് അറ്റൻഡൻസ് ആൻഡ് റിപ്പോർട്ട് എനി പ്രോബ്ലംസ് such as room damage or maintenance request to the front office. Housekeeping അറ്റൻഡർമാരാൽ ഡോക്യുമെന്റ് ഏരിയകൾ ക്ലീൻ ചെയ്യുക. ഡോക്യുമെന്റ്സ് ഏരിയ ക്ലീൻഡ് ബൈ ഹൗസ്കീപ്പിംഗ് അറ്റൻഡൻസ്. ഹൗസ്കീപ്പിംഗ് അറ്റൻഡർമാരാൽ ഡോക്യുമെന്റ്സ് ഏരിയകളൊക്കെ ക്ലീൻ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എന്താ പറഞ്ഞേക്കുന്നത്, ആറ്റ് റിപ്പോർട്ട് എനി പ്രോബ്ലം സച്ച് ആസ് റൂം ഡാമേജ് ഓർ മെയിൻ്റനൻസ് റിക്വസ്റ്റ് ടു ദ ഫ്രണ്ട് ഓഫീസ്. എന്തെങ്കിലും റൂമിൽ എന്തെങ്കിലും ഡാമേജുകളൊക്കെ ഉണ്ടോ, എന്തെങ്കിലും റൂമിലൊക്കെ എന്തെങ്കിലും ഡാമേജുകൾ ഉണ്ടോ, അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഫ്രണ്ട് ഓഫീസിലേക്കുള്ള മെയിൻ്റനൻസ് റിക്വസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത്, അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് റിപ്പോർട്ട് ചെയ്യുക. റൂം ഡാമേജ് പോലുള്ള പ്രശ്നങ്ങൾ, ഫ്രണ്ട് ഓഫീസിലേക്കുള്ള എന്തെങ്കിലും മെയിൻ്റനൻസ് റിക്വസ്റ്റുകൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതൊക്കെ റിപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, make sure that all cleaning equipment is in proper working condition and make arrangement for repairs as needed. Next അഞ്ചാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്, make sure that നമ്മൾ ഉറപ്പുവരുത്തണം all the cleaning equipments is in proper working condition. എല്ലാ ക്ലീനിങ് എക്യുപ്മെന്റ്സും പ്രോപ്പർ ആയിട്ട് പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷനിലാണ് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? ഹൗസ് കീപ്പിംഗ് മാനേജറിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോ നോക്കാം എക്യുപ്മെന്റ്സുകൾ ഇതൊക്കെ എന്തെങ്കിലും ഡാമേജ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻ അല്ലാത്തതുണ്ടോ എന്നുള്ളതൊക്കെ നോക്കി എല്ലാവരും നല്ല വർക്കിംഗ് കണ്ടീഷൻ ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ആൻഡ് മേക്ക് അറേഞ്ച്മെന്റ് ഫോർ റിപ്പയർസ് ആസ് നീഡഡ്. ഇനി ആവശ്യമാണെങ്കിൽ എന്തെങ്കിലും റിപ്പയർസ് ഡാമേജ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കണ്ടെത്തുകയാണെങ്കിൽ ഉടൻ തന്നെ എന്ത് ചെയ്യണം, അത് റിപ്പയർ ചെയ്യാനുള്ള അറേഞ്ച്മെന്റുകൾ ചെയ്യണം. ആൻഡ് മേക്ക് അറേഞ്ച്മെന്റ് ഫോർ റിപ്പയർസ് ആസ് നീഡഡ്. അത് എന്തെങ്കിലും പ്രോബ്ലംസുകൾ അവിടെ ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാനുള്ള അറേഞ്ച്മെന്റുകൾ ചെയ്തു കൊടുക്കണം. നെക്സ്റ്റ് നോക്കിയേ, സിക്സ്ത് പോയിന്റ്, റെക്കമെൻഡഡ് സർവീസ് ഇംപ്രൂവ്മെന്റ്സ് ടു ദ മാനേജ്മെന്റ്. മാനേജ്മെന്റിന് സർവീസ് മെച്ചപ്പെടുത്തലുകൾ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുക. recommended services improvements to the management. മാനേജ്മെന്റിന് സർവീസുകൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു റെക്കമെൻഡ് ഒക്കെ ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് നോക്കി, മേക്ക് ഷുവർ ദാറ്റ് കംപ്ലൈൻസ് വിത്ത് സേഫ്റ്റി ആൻഡ് സാനിറ്റേഷൻ പോളിസീസ്. കംപ്ലൈൻസ് എന്ന് പറഞ്ഞ് പാലിക്കുക എന്നുള്ള മീനിങ് ആട്ടോ, പാലിക്കുക. Make sure that compliance with the safety and sanitation protocol. സേഫ്റ്റിയും സാനിറ്റേഷൻ പ്രോട്ടോകോളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. സേഫ്റ്റി മെഷേഴ്സും
സാനിറ്റേഷൻ പ്രോട്ടോകോളുകളും പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റിലും സേഫ്റ്റി മെഷേഴ്സുകളും സാനിറ്റേഷൻ പോളിസികളും ഒക്കെ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അവരും ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അവർക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഇത് ഇൻഫെക്ഷൻ ഒക്കെ സ്പ്രെഡ് ചെയ്യാതെയും ഇതൊക്കെ വേസ്റ്റുകളും ഒക്കെ എടുക്കുന്ന മാറ്റമൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ അതിന് മതിയായിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ അവരെടുക്കേണ്ടതുണ്ട്. ഗ്ലൗസ് ഇടുക, മാസ്ക് വയ്ക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ ഡിസിൻഫെക്റ്റന്റ് യൂസ് ചെയ്യുക, അങ്ങനെയുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആ സേഫ്റ്റി മെഷേഴ്സും സാനിറ്റേഷൻ പ്രോട്ടോകോളും പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അടുത്ത് നോക്കിയേ, നെക്സ്റ്റ് പോയിന്റ്, എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രൊസീജിയർ ഫോർ വർക്ക്. ജോലിക്കാർ ഫോർ വർക്ക്. എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രൊസീജിയർ ഫോർ വർക്ക്. ജോലിയുടെ സ്റ്റാൻഡേർഡുകളും മാനദണ്ഡങ്ങളും പ്രൊസീജിയേഴ്സ് നടപടിക്രമങ്ങളും സ്ഥാപിക്കുക. ജോലിയുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളും സ്റ്റാൻഡേർഡുകളും ഒക്കെ എന്ത് ചെയ്യുക, സ്ഥാപിക്കുക. എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോർ വർക്ക്. ദെൻ അടുത്ത് നോക്കിയേ, ക്രിയേറ്റിംഗ് സ്റ്റാഫിംഗ് ഷെഡ്യൂള്. സ്റ്റാഫിംഗ് ഷെഡ്യൂളുകൾ ക്രിയേറ്റ് ചെയ്യുക. ഓരോ സ്റ്റാഫിന്റെ ഷെഡ്യൂളുകൾ ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. ഇത്രയും ഹൗസ് കീപ്പിംഗ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ പോയിന്റ്സുകൾ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. അതിനകത്ത് ഫസ്റ്റ് തുടങ്ങി ഞാൻ പെട്ടെന്ന് ഒന്ന് ഇമ്പോർട്ടന്റ് ഒന്നുകൂടി ഞാൻ പറഞ്ഞു പോവുകയാണ്. എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം. എന്തായാലും ഇനിയിപ്പോ നമുക്ക് കുറച്ച് സമയമല്ലോ, അപ്പൊ അതുകൊണ്ട് പുതിയത് അടുത്ത ക്ലാസ്സിൽ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്കൊന്ന് റിവിഷനും ആവും. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യനും എഴുതാം കേട്ടോ. അതിനകത്ത് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ആ ഹൗസ് കീപ്പിംഗ് സർവീസ് എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കി വെക്കുക. അതിനകത്ത് വർക്ക് ഓഫ് ക്ലീനിങ് നമ്മൾ ആ ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട്. ഹൗസ് കീപ്പിംഗ് സർവീസ് റിഫേഴ്സ് ടു വർക്ക് ഓഫ് ക്ലീനിങ്. ഏത് ക്ലീനിങ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഏത് സർവീസ് ആണ് എന്ന് ചോദിക്കാം. ഹൗസ് കീപ്പിംഗ് സർവീസ്. ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ വർക്ക് ഓഫ് ക്ലീനിങ് ആണ്. ഡയറ്ററി സർവീസ് അങ്ങനെ നമ്മൾ പറയും. ഇതുമായിട്ട് പഠിച്ചില്ലേ ബന്ധപ്പെട്ട് വരുന്നതൊക്കെ. ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് ഇതൊക്കെ പഠിച്ചതാണ്. അപ്പോ ക്ലീനിങ് എന്ന് പറയുന്നത് വർക്ക് ഓഫ് ക്ലീനിങ് ഇതാണ് ഹൗസ് കീപ്പിംഗ് സർവീസ്. പിന്നെ നമ്മൾ അതിനകത്ത് പറഞ്ഞത് ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ് ആണ്. അത് നിങ്ങളുടെ തൊട്ട് മുന്നുള്ള ചില എക്സാമിന് ചോദിച്ചതാണ് ഇമ്പോർട്ടൻസിൽ വരുന്നത് ഏതാന്നുള്ളത്. ഹൗസ് കീപ്പിംഗിന്റെ ഇമ്പോർട്ടൻസ് ആണ്. പിന്നെ അടുത്തത് നോട്ട് ചെയ്യാൻ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? 4 പോയിന്റ്സ് ആ പറഞ്ഞത്. ടു ഇമ്പാർട്ട് ഹൈജീനിക് എൻവയോൺമെന്റ്, ഒരു ഹൈജീനിക് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക, ഇമ്പാർട്ട് ചെയ്യുക. ഇമ്പാർട്ട് ഹൈജീനിക് എൻവയോൺമെന്റ്, ശുചിത്വമുള്ള ഒരു അന്തരീക്ഷം നൽകുക. അടുത്ത നോക്കിയേ, ടു മീറ്റ് ദ ഹോപ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി, കമ്മ്യൂണിറ്റിയുടെ പ്രതീക്ഷകള് നിറവേറ്റുക. to maintain a high reputation of the hospital, ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ, പ്രശസ്തി നിലനിർത്തുക. നല്ല ക്ലീനും കാര്യങ്ങളൊക്കെ ആവുമ്പോഴും എന്താ ഹോസ്പിറ്റലിന്റെ ആ ഒരു റെപ്യൂട്ടേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന വേണ്ടിയിട്ട് നിലനിർത്തുക എന്നുള്ളത്. പിന്നെ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ, ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുക. ഓക്കെ, 4 പോയിന്റ്സ് ആണ് അതിനകത്ത് ഇമ്പോർട്ടൻസ് വരുന്നത്. ടിക്കറ്റില്ലേ നിങ്ങളത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ്. ഓക്കെ, ഇനി അടുത്ത ഒബ്ജക്റ്റീവ്സും ഒന്ന് ടിക്കറ്റ് വെച്ചേക്കാം. എന്തൊക്കെയാണ് ഹൗസ് കീപ്പിംഗിന്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങളിൽ വരുന്നതെന്നുള്ളത്? കോമൺ സാനിറ്റേഷൻ, ക്ലീനസ് ആൻഡ് കംഫർട്ടബിൾ എൻവയോൺമെന്റ്, ഒരു സുഖപ്രദമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. പിന്നെ ഡെവലപ്പിംഗ് പൊളൈറ്റ്, റിലയബിൾ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ, മര്യാദയുള്ളത് വിശ്വസനീയമായിട്ടുള്ള ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. ഗുഡ് ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ഹാർട്ടി റിലേഷൻ, ഒരു ഹൃദയമായ ഒരു ബന്ധം, ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ഹാർട്ടി റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ അടുത്ത് നോക്കിയേ, എൻഷുറിംഗ് സേഫ്റ്റി ഓഫ് സ്റ്റാഫ്, പേഷ്യന്റ് ആൻഡ് റിലേറ്റീവ്സ്, ഇവരുടെ സേഫ്റ്റി, സ്റ്റാഫിന്റെ, പേഷ്യന്റിന്റെ, അവരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റിലേറ്റീവ്സിന്റെ ഒക്കെ സേഫ്റ്റി, സുരക്ഷ ഉറപ്പുവരുത്തുക. അടുത്ത് നോക്കിയേ, ക്വാളിറ്റി റീസ്റ്റെയിനിങ് ഓഫ് സാനിറ്ററി എക്യുപ്മെന്റ്സ് ആൻഡ് ക്ലീനിങ് ഏജൻസ്, സാനിറ്ററി എക്യുപ്മെന്റ്സിന്റെയും ക്ലീനിങ് ഏജൻസിന്റെയും ക്വാളിറ്റി എന്ത് ചെയ്യുക, നിയന്ത്രിക്കുക, റീസ്റ്റെയിൻ ചെയ്യുക, നിയന്ത്രിക്കുക എന്നുള്ളത്, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്.
അടുത്തത് പ്രോപ്പർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ഫീഡ്ബാക്ക്. പ്രോപ്പർ ആയിട്ടുള്ള റെക്കോർഡ് കീപ്പ് ചെയ്യുക, അതിന്റെ ഫീഡ്ബാക്കിന്റെ ഒക്കെ റെക്കോർഡുകളൊക്കെ കീപ്പ് ചെയ്യാവുന്നത്. അപ്പൊ അതിനകത്ത് ഒബ്ജക്റ്റീവ്സും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. പിന്നെ ലൊക്കേഷനിൽ നമ്മൾ ഇത് മാത്രമേ എക്സാമിന് അതിന് ചോദിക്കൂ. ദോ മേ ബി സിറ്റുവേറ്റഡ് ഇൻ എ നോൺ പ്രൈം ഏരിയ. അധികം പ്രാധാന്യമില്ലാത്ത ഒരു സ്ഥലത്തായിരിക്കണം ഹൗസ് കീപ്പിംഗ് സർവീസ് ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യേണ്ട ലൊക്കേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ലൈൻ മാത്രം അതിൽ നിന്ന് അണ്ടർലൈൻ ചെയ്തിടാം. ഓക്കെ, നോൺ പ്രൈം ഏരിയ. ക്ലിയർ അല്ലേ? ലൊക്കേഷനിൽ ആ ഒരു സെന്റൻസ് മാത്രം അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി. ഓക്കെ, പിന്നെ അടുത്തത് ഓർഗാനോഗ്രാം ആണ്. അത് 3 ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓർഗാനോഗ്രാമില് ഏതൊക്കെയാണ്? ഏറ്റവും ടോപ്പില് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ, തൊട്ട് താഴെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസറുകൾ, പിന്നെ അടുത്തത് ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ്. ഡിപ്പാർട്ട്മെന്റിനെ ലീഡ് ചെയ്യുന്നത് ഈ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ ആണ്. അത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. Lead the department. Who leads the housekeeping department? ആരാണ്? എക്സിക്യൂട്ടീവ് ഹൗസ്കീപ്പർ മാനേജർ. ഓക്കെ, പിന്നെ അടുത്തത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസർ. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെയൊക്കെ മാനേജ് ചെയ്യാനുള്ള കഴിവുള്ള ആളായിരിക്കണം. പിന്നെ ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയർ, അതിനുള്ള നല്ല പ്രൊസീജിയറിലൊക്കെ നടപടിക്രമങ്ങളിലൊക്കെ ട്രെയിനിങ് കിട്ടിയതും പിന്നെ അതുപോലെ നല്ല പരിചയമുള്ള ആളായിരിക്കണം. പിന്നെ തേർഡ് നമ്മൾ ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ് ആണ്. അതിന്റെ ഫസ്റ്റ് ലൈൻ ഒന്ന് നോക്കി വെക്കുക. മോസ്റ്റ്ലി ഇൻ എക്സ്പേർട്ട് ആൻഡ് ലോവസ്റ്റ് പെയ്ഡ്. അവര് പ്രത്യേകം വലിയ ഡിഗ്രിയോ ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസോ ഒന്നും വേണ്ട. ഇൻ എക്സ്പേർട്ട് ആണ്, ശമ്പളം കുറവാണ്, ലോവസ്റ്റ് പെയ്ഡ് ആണ്. ഓക്കെ, അത് 3 നോക്കിയാൽ മതി. പിന്നെ ഫെസിലിറ്റീസ് അത് ഒന്നും അങ്ങനെ വേണമെന്നില്ല, ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് വേണമെങ്കിൽ വെച്ചേക്കാം. പിന്നെ ഫങ്ഷൻസിൽ നമ്മൾ ആ 3 housekeeping department is accountable for various tasks. ഡെയിലി ക്ലീനിങ്, പീരിയോഡിക് ക്ലീനിങ്, അത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഡെയിലി ക്ലീനിങ്ങിൽ ചെയ്യുന്നത് ഏതൊക്കെയാണ്, പീരിയോഡിക് ക്ലീനിങ്ങിൽ വരുന്നത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഡെയിലി എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സ്വീപ്പിംഗ്, മോപ്പിംഗ്, ഫ്ലോസ്, ഡസ്റ്റിംഗ്, ഫർണിച്ചർ, അതൊക്കെ അറിയാലോ. അത് രണ്ടും നോക്കി വെക്കുക കേട്ടോ. പീരിയോഡിക് ക്ലീനിങ്ങിലും വാക്സിംഗ് ഫ്ലോർ, നമ്മൾ ഇച്ചിരി കൂടി ഡീപ്പ് ആയിട്ടുള്ള ക്ലീനിങ് ആണ് അത് ഉദ്ദേശിക്കുന്നത്. ഡീപ്പ് ക്ലീനിങ് ആണ്. ക്ലീനിങ് കാർപ്പറ്റ്, ഡസ്റ്റിംഗ്, ഹൈ സീലിംഗ്, ചേഞ്ചിങ് ഡ്രേപ്പറീസ് ഒക്കെ അതിനകത്ത് വരുന്നതാണ്. പിന്നെ അടുത്ത ഡിസ്ചാർജ് ക്ലീനിങ്, അത് നോക്കി വെച്ചേക്കുക കേട്ടോ. ഡിസ്ചാർജ് ക്ലീനിങ് എന്നുള്ളത് നമ്മൾ ഡിസ്ചാർജ് ആയി അടുത്തൊരു പേഷ്യൻസിന് വേണ്ടിയിട്ട് ആ റൂം റെഡി ആക്കുന്നത് ഡിസ്ചാർജ് ക്ലീനിങ്. ഫങ്ഷൻസിന്റെ ബാക്കി ഒന്ന് വായിച്ചു വെക്കണം. ഇത് 3 അതിൽ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏതൊക്കെയാണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ഫംഗ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തതോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതോ ചോദിക്കാം. അപ്പൊ അതിനകത്ത് എക്സ്ട്രിമിനേറ്റിംഗ് ബഗ്സ് ആൻഡ് പെസ്റ്റ് എന്നുള്ളത് വരാം. പ്രിവെന്റിംഗ് സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് എൻഷുറിംഗ് കണ്ടീഷൻ ഫോർ ഗുഡ് പേഷ്യന്റ് കെയർ എന്നുള്ളത് വരാം. വാട്ടറിംഗ് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഫംഗ്ഷൻസ് വരുന്നതാണ്. ഇനി ഇത് രണ്ടും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതായത് ഇതിൽ നിന്ന് ടേബിൾ ചോദിക്കാറില്ല, അഥവാ ചോദിക്കാനൊരു ചാൻസ് ഉണ്ടെങ്കിൽ ഇതുള്ളൂ. ടൈപ്പ് ഓഫ് ഹൗസ് കീപ്പിംഗ്, ഇൻ ഹൗസ് സർവീസും ഔട്ട്സോഴ്സ് സർവീസും. ഇൻസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻ ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ നിലവിലുള്ള എംപ്ലോയീസിനെ കൊണ്ട് നമ്മൾ ജോലി ചെയ്യിക്കുന്നതാണ്. ഇൻസോഴ്സിംഗ് ഇസ് ദ പ്രാക്ടീസ് ഓഫ് അസസിംഗ് ദിസ് വർക്ക് ടു എക്സിസ്റ്റിംഗ് എംപ്ലോയീസ്. എക്സിസ്റ്റിംഗ് എംപ്ലോയീസ്, അവിടെ നിലവിലുള്ള ജോലിക്കാരെ കൊണ്ട് ജോലി ചെയ്യിക്കുന്ന ഒരു സിസ്റ്റം, അതാണ് ഇൻ ഹൗസ് സർവീസസ്. ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്ടർ ബേസിലോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഒരു പുറമെ ഉള്ള ഒരു കമ്പനിക്കോ കരാറ് വഴി നമ്മൾ ജോലി ചെയ്യുന്നതാണ് ഔട്ട്സോഴ്സിംഗ്. ജസ്റ്റ് അതിന്റെ മീനിങ് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഹിയറിംഗ് ആൻഡ് ഔട്ട്സൈഡ് കമ്പനി ഓർ കോൺട്രാക്ടർ ടു പെർഫോം ടാസ്ക്, അതാണ് ഔട്ട്സോഴ്സിംഗ്. അറിയാം, ഇന്നൊരു ഉള്ളിലുള്ളത്, പുറമേ നിന്നുള്ളതാണെങ്കിൽ ഔട്ട്സോഴ്സിംഗ് സർവീസ്. പിന്നെ ടേബിൾ ഒന്നും പഠിക്കണ്ട, അതിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല. പിന്നെ ചോദിക്കാൻ അടുത്തത് ഔട്ട്കം ആണ് കേട്ടോ. ഔട്ട്കം ഓഫ് ഗുഡ് ഹൗസ് കീപ്പിംഗ് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തിടാം. അവോയ്ഡ് ആൻഡ് കൺട്രോൾ ഇൻഫെക്ഷൻ, അതൊക്കെ അറിയാലോ. ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ, ഒഴിവാക്കാൻ. ഹോസ്പിറ്റൽ കറക്റ്റ് ആവറേജ് ലെങ്ത് ഓഫ് ദി സ്റ്റേ, ഹോസ്പിറ്റലിൽ കൂടുതൽ സമയം കിടക്കുന്നത് നമ്മൾ കുറയ്ക്കും അല്ലെ. പെട്ടെന്ന് നമുക്ക് അസുഖം മാറിക്കഴിഞ്ഞാൽ വേഗം ഡിസ്ചാർജ് ചെയ്ത് പോകാം. പിന്നെ കോസ്റ്റ് ഓഫ് മെഡിക്കൽ കെയറിൽ വരുന്ന കോസ്റ്റ് കുറയ്ക്കാനായിട്ട്, പേഷ്യൻസിന്റെ സഫറിങ് ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, പബ്ലിക് റിലേഷൻസ് അത് കൂട്ടാൻ വേണ്ടിയിട്ട്, ഇന്റൻസിറ്റീസ് തീവ്രമാക്കാൻ വേണ്ടിയിട്ട്, ഇൻക്രീസ് എൻഹാൻസസ് ജനപ്രീതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്,
പിന്നെ അതുപോലെ മോർ വിസിറ്റ് ഓഫ് പേഷ്യൻസ്, കൂടുതൽ നല്ല ക്ലീൻ ആണെന്നൊക്കെ അറിയുമ്പോൾ കൂടുതൽ ആളുകൾ ഹോസ്പിറ്റലിലേക്ക് വരും അല്ലെ. പേഷ്യൻസ് കൂടുതൽ വിസിറ്റ് ചെയ്യും. പിന്നെ പേഷ്യൻസ് സാറ്റിസ്ഫാക്ഷൻ, മികച്ച പേഷ്യൻസിന്റെ മികച്ച സംതൃപ്തി, ഇതെല്ലാം ഔട്ട്കം ആണ്, ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കുക കേട്ടോ. പിന്നെ അടുത്ത പേജിൽ നമ്മൾ പറഞ്ഞത് ക്ലീനിങ് പേഷ്യൻസ് റൂം അതൊക്കെയാണ്. പിന്നെ അതിനകത്ത് SOP എന്നുള്ളതൊന്ന് നോക്കി വെക്കുക കേട്ടോ. ഫെസിലിറ്റീസ് ഇമ്പോർട്ടന്റ് ഒന്നും അല്ല കേട്ടോ, അങ്ങനെ ഫെസിലിറ്റിയുടെ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. പിന്നെ SOPയുടെ ഒരു പാരഗ്രാഫില് ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് ആരാണ് യൂസ് ചെയ്യണെന്നുള്ളത് ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ് ആണ് യൂസ് ചെയ്യണത് കേട്ടോ. അതൊന്ന് ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക. പിന്നെ SOP എന്ന് പറഞ്ഞില്ലേ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. പിന്നെ അതിനകത്ത് ഇത് നോക്ക്, ടെർമിനൽ റൂം ക്ലീനിങ് അതൊക്കെ വരുന്നത്. പിന്നെ അതിനകത്ത് ഡെയിലി ഹൗസ് കീപ്പിംഗ് ഫോർ അതർ ഹോസ്പിറ്റൽ ഏരിയ അതൊക്കെ ഒന്ന് വായിച്ചു പോയാൽ മതി. പിന്നെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടീസ്, അത് എന്തായാലും ചോദിക്കാറുണ്ട്. പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഐഡിയൽ ഡിസിൻഫെക്റ്റന്റ്, ഒരു നല്ലൊരു ഡിസിൻഫെക്റ്റന്റിന് വേണ്ട പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് എന്താ, ഒരു ആന്റി മൈക്രോബിയൽ സ്പെക്ട്രം ഉണ്ടായിരിക്കണം. ഷുഡ് ഹാവ് ആൻ എക്സ്റ്റെൻസീവ് ആന്റി മൈക്രോബിയൽ സ്പെക്ട്രം എന്ന് വെച്ചാൽ രോഗാണുക്കളെയൊക്കെ കൊല്ലാൻ പറ്റുന്ന, അതിന്റെ വളർച്ച തടയുകയോ കൊല്ലാൻ പറ്റുന്ന ഒരു സൂക്ഷ്മ മൈക്രോബ്സിന്റെ ഒരു ശ്രേണി, അതാണ് ആന്റി മൈക്രോബിയൽ സ്പെക്ട്രം എന്ന് പറയുന്നത്, അതുണ്ടായിരിക്കണം. പിന്നെ അടുത്ത എന്താ, ഷുഡ് പ്രൊഡ്യൂസ് എ സ്വിഫ്റ്റ് കില്ല്, പെട്ടെന്നുള്ള കൊള്ളാനുള്ള കഴിവ് വേണം. നമ്മൾ ഉപയോഗിച്ച് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് രോഗാണുക്കളെയൊക്കെ നശിപ്പിക്കാനുള്ള ഒരു കഴിവ് വേണം. പിന്നെ അടുത്തത് ഓർഗാനിക് മാറ്റേഴ്സിന്റെ പ്രസൻസിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. പിന്നെ എന്താണ്, സോപ്പ്, ഡിറ്റർജൻസ്, മറ്റുള്ള കെമിക്കൽസ് ഇതൊക്കെ ആയിട്ട് പൊരുത്തപ്പെടുന്ന രീതിയിലുള്ളതായിരിക്കണം. അതൊക്കെ ആയിട്ട് പൊരുത്തപ്പെടുന്നതായിരിക്കണം. compatible with the soap, detergents and other chemicals encountered in use. Okay. പിന്നെ ഓർഗാനിക് മാറ്ററിന്റെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ബ്ലഡ്, സ്പ്യൂറ്റം എന്ന് പറഞ്ഞ കഫമാണ് കേട്ടോ. പിന്നെ ഫീസസ്, മലം. പിന്നെ അതിനകത്ത് ഷുഡ് നോട്ട് ബി ഡേഞ്ചർ, പിന്നെ യൂസർ പേഷ്യന്റിന് അത് ഡേഞ്ചറസ്, നമ്മൾ ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ അത് അപകടം. ഡിസിൻഫെക്റ്റന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ, അപകടമൊന്നും നമുക്ക് ദോഷമൊന്നും ഉണ്ടാവാൻ പാടില്ല, അങ്ങനെ ആയിരിക്കണം. പിന്നെ അടുത്ത് എന്താ, ഷുഡ് നോട്ട് കൊറോഡ് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് മെറ്റാലിക് സർഫസ്. കൊറോഡ് എന്ന് വെച്ചാൽ എന്താ, തുരുമ്പിക്കുക എന്നുള്ള, തുരുമ്പെടുക്കുക. അതായത് നമ്മളത് മെറ്റലിലോ ഇൻസ്ട്രുമെന്റ്സിനോ ഒക്കെ ആ ഡിസിൻഫെക്റ്റന്റ് ഉപയോഗിക്കുമ്പോൾ ആ ഇൻസ്ട്രുമെന്റ്സിനോ മെറ്റാലിക് ലോഹ പ്രതലങ്ങൾക്കോ ഒക്കെ തുരുമ്പിക്കരുതെന്ന്. ഷുഡ് നോട്ട് കൊറോഡ്, അതിനൊന്നും തുരുമ്പിക്കാനോ അല്ലെങ്കിൽ അതിനൊന്നും നാശം വരുത്തരുത്. ആൻഡ് ഷുഡ് നോട്ട് കോസ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ക്ലോത്ത്, റബ്ബർ, പ്ലാസ്റ്റിക് ആൻഡ് അതർ മെറ്റീരിയൽസ്. ക്ലോത്ത്, റബ്ബർ, പ്ലാസ്റ്റിക്, മറ്റുള്ള മെറ്റീരിയൽസ് ഇതിനൊന്നും ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കാൻ പാടില്ല, നശിക്കരുതെന്നുള്ളത്. ക്ലിയർ ആൻഡ് ലേബൽ ഡയറക്ഷൻ, നമ്മൾ ആ ലേബൽ നോക്കിയിട്ട് ക്ലിയർ ആയിട്ട് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം. ഷുഡ് ഹാവ് എ കൺജീനിയൽ ഓർഡർ, പിന്നെ അതിനെന്താ പറഞ്ഞേക്കുന്നത്, ഓർഡർ, ഒരു നല്ലൊരു അനുകൂലമായിട്ടുള്ള, നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ ഡിസിൻഫെക്റ്റന്റ് എടുക്കുമ്പോൾ ഭയങ്കര ദുർഗന്ധമൊക്കെ ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു മണം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഓർഡർ ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിലും എന്താണ്, മണം ഒന്നും ഉണ്ടാകരുത്. നമ്മുടെ ഡെയിലി റുട്ടീൻ യൂസിന് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കണം. പിന്നെ അടുത്ത് കോസ്റ്റില് നമ്മൾ ഒത്തിരി ഉയർന്നതാവരുത്. പിന്നെ വാട്ടറിൽ സോലിബിൾ ആയിരിക്കണം, ഷുഡ് ബി സോലിബിൾ ആസ് വാട്ടർ, വാട്ടറിൽ സോലിബിൾ ആയിരിക്കണം. പിന്നെ ഷുഡ് സ്റ്റഡി, പിന്നെ അത് കോൺസെൻട്രേറ്റ് സൊല്യൂഷനിൽ സ്റ്റഡി ആയിരിക്കണം. യൂസ് ഡൈല്യൂഷൻ, ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതുമായിരിക്കും, നേർപ്പിച്ച് ഡൈല്യൂട്ട് ചെയ്യുന്നത് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. കോൺസെൻട്രേറ്റിൽ സ്റ്റഡി ആയിരിക്കണം, സ്ഥിരത ഉള്ളതായിരിക്കണം. ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം. ക്ലീനിങ്, നല്ലൊരു ക്ലീനിങ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. ഡിസിൻഫെക്റ്റന്റിന് നല്ല ക്ലീനിങ് പ്രോപ്പർട്ടി വേണം. പിന്നെ അത് ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് എൻവയോൺമെന്റിൽ ദോഷം ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. ഷുഡ് നോട്ട് ഹാം ദ എൻവയോൺമെന്റ് ഓൺ ഡിസ്പോസൽ, ഡിസ്പോസൽ സമയത്ത് എൻവയോൺമെന്റിൽ ദോഷം ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ അടുത്ത ചലഞ്ചസ് ആണ്, അതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതിനി പറയണോ, ചലഞ്ചസ് പറയണോ? ചെറിയ ചെറിയ പോയിന്റ്സ് ആണ്, നമ്മളന്ന് പറഞ്ഞതാണ്. പറയണോ പെട്ടെന്ന്? നോ, വേണ്ട. എന്നാ ഒരു 3-4 ക്വസ്റ്റ്യൻസ് തരട്ടെ. എന്നാ ഇതിന്റെ ഈ ചാപ്റ്ററിന്റെ 7 മിനിറ്റ് ഉണ്ടല്ലോ, നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, വേഗം എഴുതിക്കോട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഹൗസ്കീപ്പിംഗ് ഏരിയാസ്
may be situated, situated, situated in a dash area. Housekeeping area may be situated in a dash area. എങ്ങനെയായിരിക്കണം എന്നാ പറഞ്ഞേ? പറഞ്ഞല്ലോ, ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ്? നോട്ട് പ്രൈം ഏരിയ. ക്വസ്റ്റ്യൻ മാത്രം പറഞ്ഞാൽ മതിയോ? കണ്ടുപിടിച്ചോളേ നിങ്ങള് അടുത്ത ക്ലാസ്സിലേക്ക്. എന്തെങ്കിലും എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ന് ചോദിച്ചാലും മതി. ഓക്കെ. ഏരിയ മേ ബി സിറ്റുവേറ്റഡ് ഇൻ എ ഡാഷ് ഏരിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. Who leads the housekeeping department? Who leads, L-E-A-D-S, leads the housekeeping department? Who leads the housekeeping department? Housekeeping department-നെ ലീഡ് ചെയ്യുന്നത് ആരാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. Assistant executive housekeeper, assistant executive housekeeper and floor supervisor manage the dash. Manage the dash. ആരെയാണ്? Manage the dash. Okay. Next question എഴുതിക്കോ. What kind of person should a housekeeping employee be? എങ്ങനെയുള്ള ഒരാളായിരിക്കണം ഹൗസ്കീപ്പിംഗ് എംപ്ലോയിന്? What kind of person should a housekeeping employee be? Okay, next question എഴുതിക്കോ. A hospital housekeeping checklist. A hospital housekeeping checklist is used by dash. A hospital housekeeping checklist is used by dash. Okay, next question പറയട്ടെ. Ivy poles means, ivy poles means ivy pole means. Next question. A good disinfectant, D-I-S-I-N-F-E-C-T-A-N-T, disinfectant should be dashing water. Okay, അതിന്റെ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്ത സെയിം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Soluble, option A, soluble. ബിയിൽ തന്നേക്കുന്നത് B. Float, F-L-O-A-T, float, F-L-O-A-T, float ചെയ്യുന്നതായിരിക്കണം വാട്ടറിൽ. Float. Option C, insoluble. Option B, none of the above.
soluble, float, insoluble, none of the above. Next question. Which of the following are the functions of housekeeping? Which of the following are the functions of housekeeping? Option A, daily cleaning. Daily cleaning. Daily cleaning. Option B, watering indoor plants. Watering indoor plants. Next, option C, extermination. 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 Bugs and pest. Bug. BUGS. Bugs and pest. Option D, all of the above. All of the above. എത്ര ക്വസ്റ്റ്യൻ ആയി? ഏഴെണ്ണം അല്ലേ? ഓക്കെ. 7, 8 ചിലർക്കൊക്കെ 8. മതി. എത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വെനസ്ഡേ പുതിയ ചാപ്റ്റർ തുടങ്ങാം. അത് പെട്ടെന്ന് തീരും. ചാപ്റ്റർ 10ാമത്തെ ചാപ്റ്റർ ആണ് നിങ്ങളുടെ 4th മൊഡ്യൂളിൽ തന്നെ വരുന്നത്. റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതിനകത്ത് വേറൊന്നും പഠിക്കാനില്ല. എല്ലാവരും റെസ്പോൺസിബിലിറ്റി ആണ്. പല ആളുകളുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ, പിന്നെ മെഡിക്കൽ സെക്രട്ടറിയുടെ, അങ്ങനെ OPD എക്സിക്യൂട്ടീവിന്റെ എല്ലാവർക്കും ജോബ് സമ്മറി മാത്രമേ ആ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. നമ്മൾ ചെറിയൊരു ചാപ്റ്റർ ആണ്. നമുക്ക് അപ്പോൾ വെനസ്ഡേ നിങ്ങൾ പ്രിന്റ് എടുത്ത് വെക്കുക കേട്ടോ. ഓക്കെ. Okay, thank you.